ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രീം കേക്കിൽ ഒരുപാട് വെറൈറ്റി ഫ്ലേവേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു വെറൈറ്റി ഫ്ലേവറാണ് റെഡ് വെൽവെറ്റ് ഡ്രീം കേക്ക് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനലിൽ ഡ്രീം കേക്കിൻ്റെ ഓരോ വെറൈറ്റീസ് ആയിട്ടുള്ള റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും അതിൽ ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോണത് റെഡ് വെൽവെറ്റിൻ്റെ ഡ്രീം കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഞാൻ ചെയ്യണത് 1/2 kg മെഷർമെൻറ്റിലുള്ള ഡ്രീം കേക്കാണ്. അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 kg സ്പഞ്ചാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലൊരു അരിപ്പ വെച്ചിട്ട് 1/2 കപ്പ് ഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൈദയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ഒരു 1/2 ടീസ്പൂണ്, അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂണ്, പിന്നെ ഒരു നുള്ള് ചെറുതായിട്ടുള്ള ഒരു നുള്ള് കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു കേക്കിലേക്ക് വേണ്ടത് ബട്ടർ മിൽക്കാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് വിനേഗർ ചേർത്തിട്ട് അതിനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. സ്പൂൺ വെച്ചിട്ട് ഇളക്കിയതിൻ്റെ ശേഷം മാറ്റി വെക്കാം. പിന്നെ വേറൊരു ബൗളിൽ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് ഷുഗർ കൂടി ചേർത്തിട്ട് ഷുഗറും അതുപോലെ കുറച്ച് വാനില എസൻസും കേട്ടോ. 1/2 ടീസ്പൂണ് വാനില എസൻസും ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു വൈറ്റ് കളർ ആവണ വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് വൈറ്റ് കളറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം ഞാനിതിലേക്ക് കളർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ റെഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1/2 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇതിനെ ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഈ കളറ് എല്ലാ ഭാഗത്തും ആയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബട്ടർ മിൽക്ക് ഇവിടെ പിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഇതിൻ്റെ 1/2 ഭാഗം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ശേഷം അതിലേക്ക് ഫ്ലോറ് നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഫ്ലോറിൽ നിന്നും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ട് ഭാഗമാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ വിസ്ക് വെച്ചിട്ട് ഈ ഒരു ബീറ്റർ വെച്ചിട്ട് തന്നെ 1-ലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു വീഡിയോ അപ്പോൾ കുറച്ചൊരു സ്പീഡ് കൂട്ടിയത് കൊണ്ടാണ് സ്പീഡായിട്ട് തോന്നുന്നത്. 1-ലിട്ടിട്ട് വേണം കേട്ടോ ബീറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഒരു ഫ്ലോർ എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ആയതിൻ്റെ ശേഷം നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യുക. വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ബട്ടർ മിൽക്കും അതുപോലെ തന്നെ ഫ്ലോറും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബാക്കി ഉണ്ടായിട്ടുള്ള ബട്ടർ മിൽക്ക് ഫുള്ള് ഇതിലിട്ട് കൊടുത്തു. അതുപോലെ ഫ്ലോറും ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ 1-ലിട്ടിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സായി വരട്ടെ കേട്ടോ. ഇത് സ്പീഡ് കൂട്ടി കൊടുക്കരുത്. സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ ബാറ്റർ ഒരുപാട് ലൂസായി പോവും. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ലാസ്റ്റായിട്ടാണ് കേട്ടോ ഈ ഒരു കേക്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഓയിൽ ഒരു 2.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓയിൽ എല്ലാ ഭാഗത്തും ഒന്ന് മിക്സായി കിട്ടിയാൽ മതി കേട്ടോ. അപ്പം ബീറ്റ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പാച്ചില വെച്ചിട്ട് ഇതിനെ ഒന്നുകൂടി മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഞാനിവിടെ 1/2 kg കേക്ക് ആയതുകൊണ്ട് തന്നെ 5 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിൽ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേക്കിംഗ് ടൈം വന്നിട്ടുള്ളത് 175 ഡിഗ്രിയിൽ 25 മിനിറ്റാണ് ബേക്കിംഗ് ടൈം വന്നിട്ടുള്ളത്. അപ്പോൾ അതിനൊന്ന് ടാപ്പ് ചെയ്തതിൻ്റെ ശേഷം ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. കുറച്ച് ഞാൻ ഡസ്റ്റിന് വേണ്ടിയിട്ട് വേറെ പാത്രത്തിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ.
അപ്പോൾ ബേക്കായി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഗണേഷ് എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഗണേഷിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രഷ് ക്രീം ചേർത്തതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ആ ബട്ടർ കൂടി വരുന്നു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഗണേഷ് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഗ്ലേസിങ്ങും നന്നായിട്ട് വരും കേട്ടോ ഇതിങ്ങനെ കോരിയെടുക്കുന്ന സമയത്ത്. അപ്പോൾ ബട്ടർ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ നല്ല ചൂടുള്ള വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റാക്കി എടുക്കണുണ്ട്. അതൊന്ന് ജസ്റ്റ് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് താഴെ ഭാഗമൊക്കെ ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇതിന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് താഴെയുള്ളത് മുകളിലേക്ക് വരുമ്പോൾ ഈ മുകളിലുള്ള ചോക്ലേറ്റ് താഴോട്ട് പോകും. അപ്പം ബൗൾ ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് മെൽട്ടായി വരും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മെൽട്ടായി വന്നിട്ടുണ്ട്. നല്ലൊരു ഗ്ലേസിങ് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് ടൈം പുറത്തിരിക്കട്ടെ. ആ ഒരു കേക്ക് ബേക്കായി അത് ചൂടാറി വരുന്ന സമയത്ത് അപ്പോഴേക്കും ഇതൊന്ന് കുറച്ചുകൂടി ഒരു തിക്കായിട്ടുള്ള ഗണേശായി മാറും. ഇപ്പോൾ ഇവിടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മോൾഡിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ കേക്ക് വന്നിട്ടുള്ളത്. ബട്ടർ മിൽക്ക് ചേർക്കുന്നത് നമ്മൾ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ റെഡ് വെൽവെറ്റ് കേക്കിന്. ഇനി ഞാനിതിനൊന്ന് ലെയർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ചൂടാറാനുണ്ട് കേട്ടോ. അപ്പോൾ നല്ല റെഡ് കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടാണ് കേക്ക് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ നിന്നും 2 ലെയർ ഉണ്ട്. അതിൽ നിന്ന് ഒരു ലെയറേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ആ ഒരു ലെയറിനെ എടുത്തിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതൊന്ന് ചൂടാറി വരട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മോസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് സ്പാച്ചുല, ചെറിയ സ്പാച്ചുല 2 കുറച്ച് ഇങ്ങനെ ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഗണേഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഗണേഷിന് ഒഴിച്ചു കൊടുക്കണുള്ളൂ. ഇതിൽ ജലാറ്റിൻ ആഡ് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞൊരു ഡ്രീം കേക്കിൻ്റെ റെസിപ്പി ചെയ്തതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജലാറ്റിൻ എന്താണ് ഈ ഒരു മോസിൽ ആഡ് ചെയ്യാത്തതെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ജലാറ്റിൻ അത്ര ഹെൽത്തിന് നല്ലതല്ല. അപ്പോൾ അത് നമ്മളിപ്പോൾ എപ്പോഴും ഇങ്ങനെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് ജലാറ്റിൻ ആഡ് ചെയ്യാം. ജലാറ്റിൻ ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജലാറ്റിൻ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ എടുത്തിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. അത് ഇതിലേക്ക് സോക്കായി വന്നതിൻ്റെ ശേഷം ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ നല്ല ലൂസായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ഗണേഷ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ലൂസായിട്ടുള്ള ഒരു മോസാക്കി എടുക്കാം. അതിന് നമ്മൾ സെറ്റ് ചെയ്യാനുള്ള ടിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. 5.5 ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഒരു ലെയർ സ്പഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നോർമൽ സിറപ്പാണ് ഇത് കേട്ടോ. ഇതിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്തിട്ടുള്ള നോർമലായിട്ടുള്ള സിറപ്പാണ്. അപ്പോൾ സിറപ്പിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗണേഷ് ആഡ് ചെയ്ത് കൊടുക്കുക, വൈറ്റ് ചോക്ലേറ്റിൻ്റെ. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇത് വെച്ചിട്ട് വേണം വെറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കേക്ക് കഴിക്കുന്ന സമയത്ത് സ്പോഞ്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ സ്പോഞ്ചിന് വരിക. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇങ്ങനെ നമ്മൾ ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കണം. അതാണ് കേട്ടോ അതിൻ്റെ വെറ്റ് ചെയ്യണ രൂപം. ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ടിന്നിൽ നിന്നും ലീക്കായി പോകും. താഴെ ഭാഗം ചിലതിനൊക്കെ ഹോൾസ് ഉണ്ട് കേട്ടോ. എന്നിട്ട് മോസ് അപ്ലൈ ചെയ്തു സെക്കൻഡ് ലെയറായിട്ട്. അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ലെവൽ ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് റെഡിയാക്കി കൊടുക്കണം കേട്ടോ. ഓരോ ലെയറുകൾ സെറ്റ് ചെയ്യുന്ന സമയത്തും അതിന് ശേഷം നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഗണേഷാണ് അപ്ലൈ ചെയ്യണത്. ഇപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്, നേരത്തേതിനേക്കാളും കുറച്ചുകൂടി തിക്കായി വന്നിട്ടുണ്ട്. ഈ രീതിയിൽ വേണം കേട്ടോ ഗണേഷ് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ അത് സെറ്റായി വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതിലേക്ക് നമ്മൾ സാധാരണയായിട്ട് റെസിപ്പീസിലെല്ലാം ഹെസൽനട്ടാണ് ചേർക്കാറുള്ളത്. ഞാൻ ഇതിന് കൊടുത്തിട്ടുള്ളത് ആൽമണ്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെസൽനട്ട് തന്നെ കൊടുക്കാം. ഹെസൽനട്ട് ഇല്ല നട്ട്സ് ഒന്നും ഇട്ട് കൊടുക്കണമെങ്കിലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണുണ്ട്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം. ഇത് സെറ്റായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചോക്ലേറ്റ് എന്താ പറയുക ലാസ്റ്റ് ലെയറായിട്ടുള്ള ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളൊരു ഹാഫ് അവറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൂളാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് അത് കൂളായതിന് ശേഷം മാത്രം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഞാൻ ചെറുതായിട്ട് കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ തന്നെയാണ് മെൽറ്റാക്കി എടുക്കുന്നത്. ഒന്ന് മെൽറ്റാക്കി എടുത്തതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ സെറ്റാകാൻ വെച്ചിട്ടുണ്ടായിരുന്നത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതൊരുപാട് കട്ടിയിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കഴിയുന്നതും കട്ടി കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് പൊട്ടിക്കാൻ എളുപ്പമായിരിക്കും. മറ്റേത് ഒരുപാട് കട്ടിയിൽ ചോക്ലേറ്റ് വന്നു കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ കട്ടിയിലായിട്ട് നമുക്ക് കഴിക്കുമ്പോൾ എന്തോ പോലെ ആയിരിക്കും. അപ്പോൾ ഒന്ന് തിന്നായിട്ടുള്ള ചോക്ലേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് നമുക്ക് താഴെയുള്ള ഗണേഷ് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ലെവലാക്കി എടുക്കാൻ വേണ്ടി കഴിയുള്ളൂ കേട്ടോ. ഏറ്റവും ലാസ്റ്റുള്ള ലെയറായിട്ടുള്ള ക്രംസാണ് ഇട്ട് കൊടുക്കണതിന്. അപ്പോൾ ഈ ഒരു റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ചിനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ പാനിലോ ഓവനിലോ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഒന്ന് ഒരുപാട് ക്രിസ്പി ആവണ്ട, ചെറുതായിട്ടൊന്നിങ്ങനെ ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ അതിനെ മിക്സിയിലിട്ടിട്ട് പൊടിച്ചാൽ നമുക്കിതുപോലെ ക്രംസായിട്ട് അരിപ്പയിൽ കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ ക്രംസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലവർക്കൊക്കെ തോന്നുന്നുണ്ടാവും ഇത് ചോക്ലേറ്റ് അല്ലേ, അതിൽ നിന്നും ഈ ക്രംസ് താഴോട്ട് വരില്ലേ എന്നുള്ളതല്ലേ. ഇപ്പോൾ കണ്ടോ, നമ്മളിങ്ങനെ ടാപ്പ് ചെയ്താലൊന്നും താഴോട്ട് വരണമൊന്നുമില്ല കേട്ടോ. ഇനി ഞാൻ സൈഡിലെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഒരു ഡ്രീം കേക്കാണിത്. നല്ല ഒരു റെഡ് കളറായിട്ട് ഇത് വൈറ്റ് ടിന്നിലെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഗോൾഡനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ വൈറ്റിൽ ചെയ്താലും. പിന്നെ നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു ചെറിയൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പൂൺ കിട്ടാം. അപ്പോൾ നമുക്കിപ്പോൾ നല്ല വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഇത് ഷോർട്സ് എല്ലാം ചെയ്യുന്ന സമയത്തും അതുപോലെ റീൽസ് ചെയ്യുമ്പോഴൊന്നും സ്പൂണ് വെച്ച് ഈ ഒരു വുഡിൻ്റെ സ്പൂൺ വെച്ച് ചെയ്യരുത്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഫിനിഷിങ്ങിൽ കിട്ടില്ല. എപ്പോഴും ഇതുപോലത്തെ സ്റ്റീലിൻ്റെ സ്പൂൺ വെച്ചിട്ടൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ഡ്രീം കേക്കിൽ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റിൻ്റെ എല്ലാം ചെയ്ത പോലെ തന്നെ ഇതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രീം കേക്കാണ് റെഡ് വെൽവെറ്റ് ഡ്രീം കേക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.